നമുക്കിന്ന് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തെക്കുറിച്ച് പഠിക്കാം. വയോജനങ്ങളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിന് പിൻബലം നൽകിയ ഭരണഘടനയുടെ അനുച്ഛേദം 41 അനുച്ഛേദം 41 പറയുന്നത് ചില പ്രത്യേക അവസരങ്ങളിൽ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും പൊതുസഹായത്തിനുമുള്ള ഒരു പൗരന്റെ അവകാശത്തെക്കുറിച്ചാണ്. ഇവിടെ ചില പ്രത്യേക സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ, രോഗം, പ്രായാധിക്യം, ദാരിദ്ര്യം തുടങ്ങിയ ചുറ്റുപാടുകളിലാണ്. ഇതിൽ പ്രായാധിക്യം അഥവാ വാർദ്ധക്യം എന്നൊരു പോയിന്റ് ഉണ്ട്. ഇതിൽ നിന്നാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമം ഉരുത്തിരിഞ്ഞു വന്നത്. കൂടാതെ ഇതേ ആർട്ടിക്കിളിൽ നിന്ന് തന്നെയാണ് തൊഴിലില്ലായ്മ വേതനം, പെൻഷൻ തുടങ്ങിയ പദ്ധതികളും രൂപം കൊണ്ടത്. ഈ നിയമത്തിൽ ആകെ 7 അധ്യായങ്ങളും 32 സെക്ഷനുകളുമാണുള്ളത്. ഇത് ലോക്സഭ പാസാക്കിയത് 2007 ഡിസംബർ 5 രാജ്യസഭ പാസാക്കിയത് 2007 ഡിസംബർ 6 പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2007 ഡിസംബർ 29 എന്നാൽ ഈ നിയമം സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയത് 2008 സെപ്റ്റംബർ 24 ആദ്യം നമുക്ക് 7 അധ്യായങ്ങൾ ഏതൊക്കെയെന്ന് പരിചയപ്പെടാം. ഒന്നാമത്തേതിൽ പ്രാരംഭികവും മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത്. വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് മൂന്നാമത്തേതിൽ പരാമർശിക്കുന്നത്. നാലാമത്തെ അധ്യായത്തിൽ മുതിർന്ന പൗരന്മാരുടെ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകളെക്കുറിച്ചും അഞ്ചാമത്തേതിൽ മുതിർന്ന പൗരന്റെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണത്തെക്കുറിച്ചും ആറാമത്തേതിൽ കുറ്റങ്ങളും വിചാരണയ്ക്കുള്ള നടപടിക്രമത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ഏഴാമത്തേതിൽ മിസലേനിയസ് ആണ്. അധ്യായം 1 സെക്ഷൻ 1 മുതൽ 3 വരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ സെക്ഷൻ 2 കുറച്ച് നിർവചനങ്ങളാണ് തന്നിരിക്കുന്നത്. ഈ നിർവചനങ്ങളിൽ പലതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കിപ്പോകാം. 2A സെക്ഷൻ 2A കുട്ടികൾ എന്നതിനുള്ള നിർവചനമാണ് കൊടുത്തിരിക്കുന്നത്. പ്രായപൂർത്തിയായ മകനോ മകളോ കൊച്ചുമകനോ കൊച്ചുമകളോ ഇതാണ് കുട്ടി എന്ന് നിർവചിച്ചിരിക്കുന്നത്. സെക്ഷൻ 2B സംരക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. ആഹാരം, വസ്ത്രം, താമസം, വൈദ്യസഹായം എന്നിവയാണ് സംരക്ഷണത്തിൻ്റെ നിർവചനത്തിൽ വരുന്നത്. അടുത്തത് രക്ഷിതാവാണ്. സെക്ഷൻ 2D ജന്മം നൽകിയതോ ദത്തെടുത്തതോ ആയ മാതാവിനെയോ പിതാവിനെയോ രണ്ടാനച്ഛനെയോ രണ്ടാനമ്മയെയോ ആണ് രക്ഷിതാവ് എന്ന നിർവചനത്തിൽ വരുന്നത്. ഇനി സെക്ഷൻ 2G എന്ന് പറയുന്നത് ബന്ധുവിനെ കുറിച്ചാണ്. കുട്ടികളില്ലാത്ത മുതിർന്ന പൗരന്റെ നിയമപരമായ അവകാശിയാണ് ബന്ധു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെക്ഷൻ 2H മുതിർന്ന പൗരനാണ്. 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും മുതിർന്ന പൗരൻ എന്ന് അർത്ഥമാക്കുന്നു. ഇത് റീസെൻ്റ്ലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ക്ഷേമമാണ്. സെക്ഷൻ 2K ക്ഷേമത്തെക്കുറിച്ച് പറയുന്നു. മുതിർന്ന പൗരന് ആവശ്യമായ വിശ്രമ കേന്ദ്രങ്ങൾ, ആഹാരം, ആരോഗ്യ പരിരക്ഷ, വിനോദം എന്നിവയാണ് ക്ഷേമത്തിൽ പറയുന്നത്. ഇനി അധ്യായം 2 നോക്കാം. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തെക്കുറിച്ചാണ് അധ്യായം 2 പറയുന്നത്. സെക്ഷൻ 4 മുതൽ സെക്ഷൻ 18 വരെയാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 4 സംരക്ഷണത്തിനായുള്ള അപേക്ഷയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 5 ഇവിടെ
സംരക്ഷണത്തിനായുള്ള അപേക്ഷ നൽകുന്നത് ഒരു മുതിർന്ന പൗരനോ അല്ലെങ്കിൽ രക്ഷകർത്താവിനോ അദ്ദേഹത്തിന് പ്രാപ്തിയില്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും വ്യക്തിയോ സംഘടനയോ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ ട്രൈബ്യൂണലിന് സ്വയമേധ നടപടിയെടുക്കാനും പറ്റുന്നതാണ്. സെക്ഷൻ 6 അധികാര പരിധിയെയും നടപടിക്രമത്തെക്കുറിച്ചും പറയുന്നത്. മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 7. മെയിൻ്റനൻസ് ട്രൈബ്യൂണലിനെ കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ റീസെൻ്റ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ട്രൈബ്യൂണലെ കുറിച്ച് പഠിക്കാം. ട്രൈബ്യൂണൽ രൂപീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷൻ സബ് ഡിവിഷണൽ ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. അതുപോലെ ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ട്രൈബ്യൂണലിന് ഉണ്ടായിരിക്കുന്നതാണ്. ട്രൈബ്യൂണലിന് ഉത്തരവിടാൻ കഴിയുന്ന പരമാവധി സംരക്ഷണ ചിലവ് 10,000 രൂപയിൽ കവിയാൻ പാടില്ലെന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സെക്ഷൻ 9 സംരക്ഷണത്തിനായുള്ള ഉത്തരവിനെ കുറിച്ച് പറയുന്നത്. അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 15. ജില്ലാ മജിസ്ട്രേറ്റ് റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷൻ. സെക്ഷൻ 16 അപ്പീലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഒരു ട്രൈബ്യൂണലിനോ അപ്പലേറ്റ് ട്രൈബ്യൂണലിനോ മുൻപാകെയുള്ള നടപടിയിൽ ഒരു കക്ഷിയെയും ഒരു അഭിഭാഷകൻ പ്രതിനിധീകരിക്കരുത് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 17. മെയിൻ്റനൻസ് ഓഫീസറെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 18. അധ്യായം 3 വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 19. ഇതും റീസെൻ്റ്ലി ചോദിച്ച ക്വസ്റ്റ്യനാണ്. വൃദ്ധസദനങ്ങളിൽ കുറഞ്ഞത് 180 അഗതികളായ മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകുന്ന രീതിയിൽ വേണം രൂപീകരിക്കാൻ. മുതിർന്ന പൗരന്മാരുടെ വൈദ്യപരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട അധ്യായമാണ് അധ്യായം 4, സെക്ഷൻ 20. മുതിർന്ന പൗരന്മാരുടെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണത്തെക്കുറിച്ചാണ് അധ്യായം 5 പറയുന്നത്. മുതിർന്ന പൗരൻ്റെ ക്ഷേമത്തിനായുള്ള പ്രചരണം, ബോധവൽക്കരണം മുതലായവയ്ക്കുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ് സെക്ഷൻ 21 പറയുന്നത്. അധ്യായം 6 കുറ്റങ്ങളും വിചാരണയ്ക്കുമുള്ള നടപടിക്രമത്തെക്കുറിച്ചുമാണ് പറയുന്നത്. മുതിർന്ന പൗരനെ അരക്ഷിതാവസ്ഥയിലാക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുക, മുതിർന്ന പൗരൻ്റെ സംരക്ഷണമുള്ളവർ മുതിർന്ന പൗരന്മാരെ പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ ഏതെങ്കിലും സ്ഥലത്ത് ഉപേക്ഷിക്കുക, ഇവയ്ക്കുള്ള ശിക്ഷ 3 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവിലേക്കുള്ള തടവോ അല്ലെങ്കിൽ 5,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ നൽകി ശിക്ഷിക്കപ്പെടുന്നതാണ്. ഇത് പറയുന്ന സെക്ഷൻ 24.